ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. PM കിസാൻ ഗുണഭോക്താക്കൾക്ക് ഇനി PM കിസാനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്രം അറിയിക്കുമെന്ന അപ്ഡേഷനാണ് ഇപ്പോൾ വരുന്നത്. EKYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മെസ്സേജുകളായും മറ്റും കേന്ദ്രം ഇനി ഗുണഭോക്താക്കളെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടില്ലെങ്കിലോ തുക തടസ്സപ്പെടുന്ന രീതിയിൽ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിലോ കേന്ദ്രം തന്നെ നിങ്ങളെ മെസ്സേജുകളിലൂടെ അറിയിക്കും. ലാൻഡ് സീഡിംഗ് പുതുക്കണമെന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് നിരവധി പേരാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മറ്റും ചെയ്തത്. എന്നാൽ ഇത് ഒറ്റത്തവണ പുതുക്കലായതിനാൽ എല്ലാ വർഷവും പുതുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ കേന്ദ്രം ഇത്തരത്തിൽ പുതുക്കണമെന്ന് അറിയിച്ചിട്ടുമില്ല. നിങ്ങൾ ഓരോ വർഷത്തെയും കരം അടക്കുമ്പോൾ തന്നെ റവന്യൂ റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റഡ് ആയിക്കോളും. അതിനാൽ ഓരോ വർഷവും കരമടച്ച റെസീറ്റ് എയിംസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണ്ട. നിങ്ങൾ ലാൻഡ് സീഡിംഗ് പുതുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കേന്ദ്രം തന്നെ നിങ്ങളെ മെസ്സേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയാണ് PM കിസാൻ്റെ വെബ്സൈറ്റിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ മുമ്പ് നൽകിയ നമ്പർ അല്ല നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിലോ പ്രവർത്തനരഹിതമായ നമ്പർ ആണെങ്കിലോ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഈ മൊബൈൽ നമ്പറിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തുന്നത്. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബാങ്ക് DBT ഇനേബിൾഡ് ആണോ എന്ന് നിർബന്ധമായും ശ്രദ്ധിക്കുക. കാരണം ഏത് സമയത്ത് നമ്മുടെ ബാങ്കിൽ DBT ചേഞ്ച് ആകുവാൻ സാധ്യതയുണ്ട്. നിരവധി പേരുടെ ഇങ്ങനെ DBT ചേഞ്ച് ആയിട്ടുണ്ട്. NPCI അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. NPCI അക്സെപ്റ്റ് ചെയ്ത ബാങ്കുകളായിരിക്കും ഇനി അംഗീകരിക്കുക. അതിനാൽ തന്നെ DBT ഇനേബിൾഡ് ആണോ എന്നും ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ഇനേബിൾഡ് ആയിരിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു 78 മണിക്കൂറിന് ശേഷം നിങ്ങൾ DBT ഇനേബിൾഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഏറ്റവും അവസാനമെടുത്ത അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ബാങ്ക് ആയിരിക്കും NPCI ക്യാച്ച് ചെയ്യുന്നത്. അതിനാൽ ആ ഒരു ബാങ്ക് പെട്ടെന്ന് DBT ഇനേബിൾഡ് ആകുവാനുള്ള സാധ്യതയുണ്ട്. PM കിസാന്റെ കഴിഞ്ഞ ഗഡുവെന്ന അക്കൗണ്ടിൽ തന്നെ അടുത്ത ഗഡുവും വരണമെന്ന് നിർബന്ധമില്ല. അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ബാങ്കിൽ തന്നെ EKYC ചെയ്തെങ്കിൽ അല്ലെങ്കിൽ DBT ഇനേബിൾ ചെയ്ത സമയത്ത് മറ്റൊരു ബാങ്കിൽ പോയി KYC ചെയ്യാനോ DBT ഇനേബിൾ ചെയ്യുവാനോ ശ്രമിക്കരുത്. ഒരു ബാങ്കിൽ ഒറ്റ സമയം മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. 2 ബാങ്കിൽ ഒരേ സമയം ചെയ്താൽ DBT റിജക്റ്റ് ആയി പോകും. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മുടങ്ങുവാനും സാധ്യതയുണ്ട്. ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.